സ്വാതന്ത്ര്യം തന്നെ ജീവിതം, സ്വാതന്ത്ര്യം തന്നെ അമൃതം, പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം. മലയാളത്തിൻ്റെ മഹാകവി കുമാരനാശാന്റെ വാക്കുകളാണ്. ഈ വാക്കുകൾ യഥാർത്ഥത്തിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിലെ അനേകായിരം വിപ്ലവകാരികൾ അവരുടെ ഹൃദയവാക്യമായി ഉൾക്കൊണ്ടിട്ടുണ്ട്. അങ്ങനെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൽ ജീവനും ജീവിതവും സമർപ്പിച്ച അനേകായിരം വിപ്ലവകാരികളുടെ ചരിത്രം അതൊരു ഇതിഹാസമാണ്. അങ്ങനെയുള്ള ഒരു വിപ്ലവകാരിയായിരുന്നു മാതംഗിനി ഹസ്ര. 73-ാമത്തെ വയസ്സിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന്റെ വിപ്ലവ വീതിയിൽ രക്തസാക്ഷിത്വം വരിച്ച മാതംഗിനി ഹസ്രയുടെ ജീവിതം എല്ലാവരെയും പ്രചോദിപ്പിക്കുന്നതാണ്. അമേരിക്കയിൽ താമസിക്കുന്ന ലോക പ്രശസ്തനായിട്ടുള്ള ഭൗതിക ശാസ്ത്രജ്ഞൻ മണിലാൽ ഭൗമിക് അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ മാതംഗിനി ഹസ്രയെ പറ്റി എഴുതുന്നുണ്ട്. അദ്ദേഹവും മാതംഗിനി ഹസ്രയും തമ്മിലുള്ള ബന്ധം അവർ ഒരേ ഗ്രാമത്തിൽ ജനിച്ചു വളർന്നവരാണ് എന്നതാണ്. മണിലാൽ ഭൗമിക്കിന്റെ പിതാവ് അധ്യാപകനും സ്വാതന്ത്ര്യ സമര സേനാനിയുമായ ഗുന്ദർ ഭൗമിക്കും മാതംഗിനി ഹസ്രയും ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിൽ ഒരുമിച്ച് പ്രവർത്തിച്ചു. ക്വിറ്റ് ഇന്ത്യ സമരം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന ഒരു സന്ധ്യയിൽ മാതംഗിനി ഹസ്ര മണിലാൽ ഭൗമിക്കിന്റെ വീട്ടിലേക്ക് കടന്നു വരുന്നതിനെ പറ്റി അദ്ദേഹം പറയുന്നുണ്ട്. മാതംഗിനി ഹസ്ര അവരുടെ കയ്യിൽ കരുതിയിരുന്ന മിഠായി 11 വയസ്സ് മാത്രമുണ്ടായിരുന്ന മണിലാലിന്റെ വായിൽ വെച്ചു കൊടുത്തു. മഹാത്മാഗാന്ധി അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന വാർത്ത മാതംഗിനി ഹസ്ര ഗുന്ദർ ഭൗമിക്കിനോട് പറയുന്നു. അപ്പോൾ മണിലാൽ ഭൗമിക് വളരെ ഭയന്ന കണ്ണുകളോടുകൂടി മാതംഗിനി ഹസ്രയെ നോക്കുമ്പോൾ അവർ മണിലാൽ ഭൗമിക്കിനോട് പറയുന്ന വാക്കുകൾ മണിലാൽ ആത്മകഥയിൽ വിവരിച്ചിട്ടുണ്ട്. അതിപ്രകാരമാണ്: ആത്മത്യാഗമില്ലാതെ ഒന്നും നേടാനാവില്ല. ചിലപ്പോൾ മരിക്കേണ്ടി വന്നേക്കാം, പക്ഷേ നമ്മുടെ ലക്ഷ്യത്തിന് മുന്നിൽ ഒരിക്കലും തളരരുത്. ബംഗാളിലെ തംലൂക്ക് ഗ്രാമത്തിൽ വളരെ ദരിദ്രമായ ഒരു കുടുംബത്തിലാണ് മാതംഗിനി ഹസ്ര ജനിക്കുന്നത്. അവരുടെ 12-ാമത്തെ വയസ്സിൽ 62 വയസ്സുള്ള ത്രിലോചൻ ഹസ്ര എന്ന് പറയുന്ന ഒരു വൃദ്ധനെ അവർക്ക് വിവാഹം കഴിക്കേണ്ടി വന്നു. 18-ാമത്തെ വയസ്സിൽ അവർ വിധവയായി മാറി. പിന്നീട് ഒറ്റയ്ക്കുള്ള ഒരു ജീവിതമാണ് മാതംഗിനി ഹസ്ര നയിച്ചു വന്നത്. ചെറിയ തോതിൽ കൃഷിപ്പണിയൊക്കെ ചെയ്ത് അവർ ഉപജീവനം നടത്തി. 1932 ജനുവരി 26-നാണ് മാതംഗിനി ഹസ്രയുടെ ജീവിതത്തിലെ നിർണായകമായ ഒരു വഴിത്തിരിവ് ആരംഭിക്കുന്നത്. 1932 ജനുവരി 26-ന് ത്രിവർണ പതാക ഉയർത്തിയതിനു ശേഷം ആയിരക്കണക്കിന് ജനങ്ങൾ തംലൂക്കിലൂടെ വലിയൊരു പ്രകടനം നടത്തുകയായിരുന്നു. ആ പ്രകടനത്തിൽ പുരുഷന്മാർ മാത്രമാണ് ഉണ്ടായിരുന്നത്. മാതംഗിനി ഹസ്രയുടെ വീടിന്റെ മുന്നിലൂടെ വലിയ പ്രകടനം മുന്നേറുമ്പോൾ മാതംഗിനി ഹസ്ര ആവേശഭരിതയായി ആ പ്രകടനത്തോടൊപ്പം ചേരുകയും ഉച്ചത്തിൽ മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനം എന്ന മഹത്തരമായ ആ വഴിയിലേക്ക് മാതംഗിനി ഹസ്ര പ്രവേശിക്കുന്നത്. 1932 ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിനെ തുടർന്ന് അലിനലിൽ വെച്ച് മാതംഗിനി ഹസ്ര അറസ്റ്റ് ചെയ്യപ്പെട്ടു. 6 മാസം കഠിന തടവായിരുന്നു മാതംഗിനി ഹസ്രയ്ക്ക് ബ്രിട്ടീഷ് സാമ്രാജ്യത്വം വിധിച്ചത്. അതിനുശേഷം സെറാംപൂരിൽ നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഡിവിഷണൽ സമ്മേളനത്തിൽ മാതംഗിനി ഹസ്ര ഒരു പോരാളിയായി പങ്കെടുത്തു. ആ സമ്മേളനത്തിൽ പങ്കെടുത്ത സ്വാതന്ത്ര്യ സമര സേനാനികളെ ബ്രിട്ടീഷ് പട്ടാളം തല്ലിച്ചതയ്ക്കുകയുണ്ടായി. മാതംഗിനി ഹസ്രയ്ക്കും വളരെ ക്രൂരമായ മർദ്ദനം ഏറ്റുവാങ്ങേണ്ടി വന്നു. എന്നാൽ തടവറയോ മർദ്ദനമോ ഒന്നും തന്നെ മാതംഗിനി ഹസ്രയുടെ വിപ്ലവ വീര്യത്തെ തളർത്തുവാൻ പോന്നതായിരുന്നില്ല. അവർ കൂടുതൽ ഊർജ്ജസ്വലയായി ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പ്രവർത്തിച്ചു വന്നു. 1933-ൽ ബംഗാളിലെ വിപ്ലവകാരികളെ വലിയ തോതിൽ അടിച്ചമർത്തിയിരുന്ന, അമർച്ച ചെയ്യാൻ പരിശ്രമിച്ചിരുന്ന ബംഗാൾ ഗവർണർ ജോൺ ആൻഡേഴ്സൺ തംലൂക്ക് സന്ദർശിക്കുന്ന സന്ദർഭത്തിൽ സ്വാതന്ത്ര്യ സമര സേനാനികൾ അദ്ദേഹത്തിനെതിരെ പ്രതിഷേധം സംഘടിപ്പിക്കുവാൻ തീരുമാനിക്കുകയും അദ്ദേഹത്തിന്റെ ബംഗ്ലാവിലേക്ക് 10,000-കണക്കിന് ആളുകൾ ഒരു മാർച്ചായി മുന്നേറുകയും ചെയ്തു. ആ മാർച്ചിൽ മാതംഗിനി ഹസ്രയും വളരെ നിർണായകമായ ഒരു പങ്ക് വഹിക്കുകയുണ്ടായി. വലിയ സുരക്ഷയാണ് ജോൺ ആൻഡേഴ്സിന് വേണ്ടി പട്ടാളം ഒരുക്കിയിരുന്നത്. എന്നാൽ ആ സുരക്ഷയെ മറികടന്നുകൊണ്ട് ബാരിക്കേഡിന്റെ മുകളിൽ കയറി നിന്ന് കൊടി ഉയർത്തി ഗവർണർ സാഹിബ് തംലൂക്ക് വിടുക എന്ന മുദ്രാവാക്യം ഉച്ചത്തിൽ മാതംഗിനി ഹസ്ര മുഴക്കുകയുണ്ടായി. അതിനെ തുടർന്ന് മാതംഗിനി ഹസ്രയെ ബ്രിട്ടീഷ് പട്ടാളം ക്രൂരമായി ലാത്തിചാർജ് ചെയ്യുന്ന സാഹചര്യമുണ്ടായി. 1932-ൽ സർക്കാർ ഓഫീസുകളിൽ ദേശീയ പതാക ഉയർത്തുവാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തീരുമാനിക്കുകയുണ്ടായി. തംലൂക്കിലെ ജില്ലാ കോടതിയിൽ പതാക ഉയർത്തുവാനുള്ള ഉത്തരവാദിത്വം മാതംഗിനി ഹസ്രയിലാണ് ഏൽപ്പിക്കപ്പെട്ടത്. വലിയ സുരക്ഷാ ക്രമീകരണങ്ങളെ മറികടന്ന് ജില്ലാ കോടതിയിൽ പതാക ഉയർത്തുക എന്നത് അതീവ ദുഷ്കരമായിരുന്നു. എന്നാൽ മാതംഗിനി ഹസ്ര തല മൂടി ഒരു മുടന്തുള്ള സ്ത്രീയായി അഭിനയിച്ച് പോലീസിന്റെ കണ്ണ് വെട്ടിച്ച് കോടതിക്കുള്ളിലേക്ക് കയറി.
ജഡ്ജിയെ കണ്ടപ്പോൾ അവർ കയ്യിൽ കരുതിയിരുന്ന ദേശീയ പതാക പെട്ടെന്ന് ഉയർത്തി കാണിച്ചു. ബ്രിട്ടീഷ് ജഡ്ജി പ്രാണഭയത്താൽ പുറകിലെ വാതിലിലൂടെ ഓടി രക്ഷപ്പെടുകയുണ്ടായി. അപ്പോൾ തന്നെ ബ്രിട്ടീഷ് പട്ടാളം മാതംഗിനി ഹസ്രയെ പിടികൂടുകയും അതിക്രൂരമായി മർദ്ദിക്കുകയും ജയിലിലടക്കുകയും ചെയ്തു. ഇതൊന്നും മാതംഗിനി ഹസ്ര എന്ന പോരാളിയെ ഒട്ടും തളർത്തിയില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അടിച്ചമർത്തൽ വർദ്ധിക്കും തോറും കൂടുതൽ വീര്യത്തോടുകൂടി അവർ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൽ മുഴുകുന്നതാണ് കാണുന്നത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിലെ നിർണായകമായ ഒരു അധ്യായമായിരുന്നു ക്വിറ്റ് ഇന്ത്യ സമരം. 1942 ഓഗസ്റ്റ് 9 ക്വിറ്റ് ഇന്ത്യ പ്രമേയം അംഗീകരിക്കപ്പെടുന്നത്. ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോകുക എന്ന അന്ത്യശാസനം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനം ഉയർത്തുകയുണ്ടായി. എന്നാൽ 1942 മുമ്പ് 1928 കൽക്കത്ത കോൺഗ്രസിൽ വെച്ചാണ് നേതാജി സുഭാഷ് ചന്ദ്രബോസ് ആദ്യമായി പൂർണ്ണ സ്വരാജ് എന്ന മുദ്രാവാക്യം മുന്നോട്ട് വയ്ക്കുന്നത്. എന്നാൽ ആ സമ്മേളനത്തിൽ പങ്കെടുത്ത ഗാന്ധിയൻ ധാരയിൽപ്പെട്ട സ്വാതന്ത്ര്യ സമര സേനാനികൾ ആ പ്രമേയത്തെ അംഗീകരിച്ചില്ല. അങ്ങനെ ആ പ്രമേയം പാസ്സാക്കപ്പെട്ടില്ല. 1929 മഹാത്മാഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മറ്റൊരു സമ്മേളനത്തിൽ പൂർണ്ണ സ്വരാജ് എന്ന പ്രമേയം അവതരിപ്പിക്കുകയും അത് പാസ്സാക്കപ്പെടുകയും ചെയ്തു. അതിനുശേഷം ദീർഘകാലം ബ്രിട്ടീഷുകാർക്കെതിരെ അനുരഞ്ജന സമരധാര അഥവാ ഗാന്ധിയൻ ധാരയുടെ പക്ഷത്തു നിന്നും വിട്ടുവീഴ്ചയില്ലാത്ത ഒരു പോരാട്ടം വളർന്നു വന്നില്ല. 1940കളായപ്പോൾ ഇന്ത്യയിലെ ജനങ്ങൾ ഒന്നടങ്കം ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തെ കെട്ടുകെട്ടിക്കണം എന്ന മുദ്രാവാക്യത്തോടുകൂടി തെരുവുകളിൽ ഇറങ്ങാൻ തുടങ്ങി. അങ്ങനെ 1942 ഓഗസ്റ്റ് 9 ക്വിറ്റ് ഇന്ത്യ, ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടുക എന്ന മുദ്രാവാക്യം സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിലെ അനുരഞ്ജന ധാരയ്ക്ക് മുന്നോട്ട് വയ്ക്കേണ്ടി വന്നു. ക്വിറ്റ് ഇന്ത്യ സമരം അഥവാ ആഗസ്റ്റ് വിപ്ലവം എന്നറിയപ്പെടുന്ന ആ മഹത്തായ പോരാട്ടം ബ്രിട്ടീഷുകാർക്കെതിരെ ലക്ഷക്കണക്കിന് ജനങ്ങൾ വിട്ടുവീഴ്ചയില്ലാതെ തെരുവുകളിലിറങ്ങി ഒരു അന്തിമ പോരാട്ടം നടത്തിയ ആ മുന്നേറ്റം അത് സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിലെ നിർണായകമായ ഒരു ഏട് തന്നെയാണ്. 15,000-ഓളം ആളുകളെ ബ്രിട്ടീഷുകാർ വെടിവെച്ചും തൂക്കിലേറ്റിയും കൊലപ്പെടുത്തി. 10,000-കണക്കിന് ആളുകൾക്ക് പരിക്ക് പറ്റി. ക്രൂരമായ മർദ്ദനങ്ങൾക്ക് ജനങ്ങൾ ഇരയാവേണ്ടി വന്നു. എന്നിട്ടും ബ്രിട്ടീഷുകാർക്കെതിരെ ആയിരക്കണക്കിന് ജനങ്ങൾ ഓരോ ദിവസവും തെരുവുകളിൽ അണിനിരക്കുന്നതാണ് ക്വിറ്റ് ഇന്ത്യ സമര കാലഘട്ടത്തിൽ കണ്ടത്. ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ ഭാഗമായി മിഡ്നാപൂരിൽ ജനങ്ങൾ ഒരു സമാന്തര സർക്കാർ സ്ഥാപിച്ചു. പല സംസ്ഥാനങ്ങളിലും ബ്രിട്ടീഷ് ഗവൺമെന്റിന് സമാന്തരമായി ദേശീയ സർക്കാരുകൾ ജനങ്ങൾ സ്ഥാപിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു അന്നുണ്ടായിരുന്നത്. ആ സമാന്തര സർക്കാരിനെ കുറിച്ച് മുസ്ലിം ലീഗ് നേതാവായിട്ടുള്ള ഹസ്ലുകൾ ഹക്ക് ഇപ്രകാരം പറയുകയുണ്ടായി: മിഡ്നാപൂരിൽ ഒരു സമാന്തര സർക്കാരുണ്ട്. വിവിധ ഭരണവകുപ്പുകൾ, സ്വന്തം മിലിറ്ററി, പോലീസ്, ഇന്റലിജൻസ് എല്ലാം അതിനുണ്ട്. വിപ്ലവി എന്ന പേരിൽ ഒരു ദിനപത്രവും നാഷണൽ ഗവൺമെന്റിന് ഉണ്ടായിരുന്നു. ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ ഭാഗമായി തംലൂക്കിലെ കോടതി പിടിച്ചെടുക്കുവാൻ സ്വാതന്ത്ര്യ സമര സേനാനികൾ തീരുമാനിക്കുകയുണ്ടായി. തംലൂക്കിലെ 5 ഭാഗങ്ങളിൽ നിന്നും 5 പ്രകടനങ്ങൾ കോടതി വളപ്പിൽ സമ്മേളിക്കുക. വടക്ക് നിന്നുള്ള പ്രകടനത്തെ നയിച്ചത് മാതംഗിനി ഹസ്രയായിരുന്നു. ആ സമരത്തിൽ ആയിരക്കണക്കിന് സ്ത്രീകൾ പങ്കെടുത്തു. അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷ് സാമ്രാജ്യത്വം വലിയ സന്നാഹങ്ങൾ ഒരുക്കുകയുണ്ടായി. കോടതി പരിസരത്ത് ആയിരക്കണക്കിന് പോലീസുകാരും പട്ടാളക്കാരും അണിനിരന്നു. എന്നാൽ 10,000-കണക്കിന് വരുന്ന ജനങ്ങൾ ബ്രിട്ടീഷ് കോടതിയിലേക്ക് ഒരു പ്രവാഹം പോലെ ഒഴുകിയെത്തുകയുണ്ടായി. ബ്രിട്ടൻ ഇന്ത്യ വിടുക, സ്വാതന്ത്ര്യം അല്ലെങ്കിൽ മരണം തുടങ്ങിയ മുദ്രാവാക്യം വിളികളോടുകൂടി 10,000-കണക്കിന് ജനങ്ങൾ കോടതി വളപ്പിൽ സമ്മേളിച്ചു. ബ്രിട്ടീഷ് പട്ടാളം അന്ത്യശാസനം നൽകി. പിരിഞ്ഞു പോകുന്നില്ലെങ്കിൽ വെടിവെക്കും. എന്നാൽ ജനങ്ങൾ പ്രതിവചിച്ചത് വെടിയുണ്ട തീരും വരെയല്ലേ വെടിവെക്കൂ എന്നായിരുന്നു. ലക്ഷ്മി നാരായണദാസ് എന്ന ഒരു കുട്ടി ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്നും തോക്ക് പിടിച്ചു വാങ്ങിച്ചു. അതിനെ തുടർന്ന് ബ്രിട്ടീഷ് പട്ടാളം ലക്ഷ്മി നാരായണദാസിനെ മർദ്ദിക്കുകയും ആ കുട്ടി അവിടെ വച്ച് രക്തസാക്ഷിത്വം വരിക്കുകയും ചെയ്തു. അത് ജനങ്ങളെ വലിയ തോതിൽ ഭയപ്പെടുത്തി. അവർ പിന്തിരിയാൻ തുടങ്ങുന്ന സമയത്ത് മാതംഗിനി ഹസ്ര മുന്നിലേക്ക് വന്നുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു: മിഡ്നാപൂരിന്റെ ധീരരായ മക്കളെ, ഭീരുത്വം കാട്ടരുത്, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. മാതംഗിനി ഹസ്രയുടെ വാക്കുകൾ ജനങ്ങൾക്ക് ധൈര്യം പകർന്നു. അവർ ഒരൊറ്റ മനുഷ്യനെ പോലെ ബ്രിട്ടീഷ് പട്ടാളത്തിന് നേരെ മുന്നേറുകയുണ്ടായി. എന്നാൽ ബ്രിട്ടീഷ് പട്ടാളം വെടിവെക്കുകയും നിരവധി ആളുകൾ ആ രണഭൂമിയിൽ
മരണപ്പെടുകയും ചെയ്തു. മാതംഗിനി ഹസ്ര ഒരു കൈയിൽ ത്രിവർണ പതാകയും മറുകൈയിൽ ശംഖുമായി ബ്രിട്ടീഷ് കോടതിയിലേക്ക് ജനങ്ങളെ നയിച്ചു. ബ്രിട്ടീഷുകാർ വെടിവെച്ചു. ആദ്യത്തെ വെടിയുണ്ട മാതംഗിനി ഹസ്രയുടെ കയ്യിലാണ് കൊണ്ടത്. കടുത്ത വേദനയിലും അവർ മുന്നോട്ട് തന്നെ നടന്നു നീങ്ങി. രണ്ടാമത്തെ വെടിയുണ്ട അവരുടെ കാലുകളിൽ പതിച്ചു. വേച്ചു പോയെങ്കിലും മുന്നോട്ട് തന്നെ നീങ്ങുകയാണ് മാതംഗിനി ഹസ്ര ചെയ്തത്. അവസാനത്തെ വെടിയുണ്ട അവരുടെ നെറ്റിയിലാണ് പതിക്കുന്നത്. ആ വെടിയുണ്ട പതിച്ചതിന് ശേഷവും 3 ചുവടുകൾ അവർ മുന്നോട്ട് നടന്നു എന്നാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത്. 73-ാമത്തെ വയസ്സിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ രക്തപങ്കിലമായ പാതയിൽ മാതംഗിനി ഹസ്ര രക്തസാക്ഷിത്വം വരിച്ചു. അവർ മരിച്ചു വീണിട്ടും ദേശീയ പതാക അവരുടെ കയ്യിൽ നിന്നും താഴെ വീണില്ല. അത് താഴെ വീഴുന്നതിന് മുമ്പ് മറ്റൊരാൾ ആ ദേശീയ പതാകയുമായി തംലൂക്കിലെ കോടതിയിലേക്ക് ഓടുകയും തംലൂക്കിലെ കോടതിയിൽ ആ ദേശീയ പതാക ഉയർത്തപ്പെടുകയും ചെയ്തു. അതെ, മാതംഗിനി ഹസ്രയെ പോലെ അനേകായിരം രക്തസാക്ഷികൾ, അനേകായിരം സ്വാതന്ത്ര്യ സമര സേനാനികൾ അവരുടെ ജീവരക്തത്തിൽ കുതിർന്നതാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യം. ആ സ്വാതന്ത്ര്യത്തിന് ഇന്ന് വലിയ ക്ഷതം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. രാജ്യസഭയിൽ BJPയുടെ ഒരു MP ദിനേശ് ശർമ്മ പറഞ്ഞു, മാതംഗിനി ഹസ്ര വന്ദേ മാതരം മുഴക്കിയിട്ടുണ്ട്, അവർ മുസ്ലിം ആയിരുന്നു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ സ്ഥാനമില്ലാത്ത BJPയും സംഘപരിവാർ ശക്തികളുമൊക്കെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തെ വളച്ചൊടിക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിലെ വിപ്ലവധാരയെ, യഥാർത്ഥ പോരാളികളെ ജനങ്ങൾക്കിടയിൽ എത്തിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ദൗത്യമാണ്.